ഇത് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചു എന്ന് വരില്ല. ഞാൻ എപ്പോഴും എൻ്റെ ടീമിൻ്റെ ടോപ്പ് ഓർഡർ പൊളിയാനാണ് ആഗ്രഹിക്കാറുള്ളത്. അപ്പോൾ എനിക്കിറങ്ങി ടീമിനെ ജയിപ്പിച്ച് ഹീറോയാകാമല്ലോ. ഈ സീസൺ IPL തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് RCB താരം ജിതേഷ് ശർമ്മ ABD വില്ലിയേഴ്സുമായി നടത്തിയ സംഭാഷണത്തിനിടെ പറഞ്ഞ വർത്തമാനമാണിത്. സകലരും പുറത്തായി നിൽക്കുമ്പോൾ താൻ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്നത് സ്വപ്നം കാണാറുണ്ട് എന്ന് ജിതേഷ് പറഞ്ഞു വെക്കുന്നുണ്ട്. തനിക്ക് ബാറ്റിംഗ് ഇറങ്ങാൻ സഹതാരങ്ങൾ പുറത്താകാൻ പ്രാർത്ഥിക്കുന്നവരെയൊക്കെ കണ്ടം കളിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ താരത്തിന് ചേർന്ന വർത്തമാനമാണോ ജിതേഷിൻ്റേത് എന്ന ചോദ്യം ആ സമയത്ത് തന്നെ ആരാധകർ ഉയർത്തിയിട്ടുണ്ട്. ഒടുവിൽ ജിതേഷ് സ്വപ്നം കണ്ട ആ ദിവസം വന്നെത്തി. ഇന്നലെ ചിന്നസ്വാമിയിൽ RCB ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം അരങ്ങേറുന്നു. 13ാം ഓവറിൽ RCBക്ക് ക്യാപ്റ്റൻ രജത് പട്ടീദാറിന് നഷ്ടമായി. ആ സമയത്ത് 134-4 എന്ന നിലയിലായിരുന്നു ടീം. ടൂർണമെന്റിൽ മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പട്ടീദാർ 2 അക്കം കാണാതെ പുറത്തായതോടെ മികച്ച സ്കോറിലേക്ക് ടീമിനെ ഉയർത്താനുള്ള സുവർണാവസരമാണ് ജിതേഷിന് കൈവന്നത്. അതാണല്ലോ അയാൾ സ്വപ്നം കണ്ടിരുന്നതും. എന്നാൽ കുൽദീപും അക്ഷർ പട്ടേലും മുകേഷ് കുമാറും ഒക്കെ ചേർന്ന് അയാളുടെ സ്വപ്നങ്ങളെയൊക്കെ വരിഞ്ഞു മുറുക്കി ആ 22 വാര പിച്ചിൽ ഇട്ടു. മുകേഷ് കുമാറിനെയാണ് ജിതേഷ് ആദ്യം നേരിട്ടത്. 2 ഡോട്ട് ബോളുകൾ. അക്ഷർ പട്ടേൽ എറിഞ്ഞ തൊട്ടടുത്ത ഓവറിലും 2 ഡോട്ട് ബോളുകൾ. ആ ഓവറിൽ RCB ആകെ സ്കോർ ചെയ്തത് 7 റൺസ്. വീണ്ടും മുകേഷ് പന്തെടുത്തു. ആ ഓവറിലും 7-ലധികം റൺസ് സ്കോർ ചെയ്യാനായില്ല RCBക്ക്. ജിതേഷ് ശർമ്മ പന്ത് പാഴാക്കുന്നത് കണ്ട് ഡേവിഡ് ഒരിക്കൽ സിംഗിൾ നിഷേധിക്കുക പോലും ഉണ്ടായി. 16ാം ഓവറിൽ അക്ഷർ ഡേവിഡിന്റെ കുറ്റി തെറിപ്പിച്ചു. വീണ്ടും ജിതേഷിനിതാ ഒരു സുവർണാവസരം. ഷെഫേർഡിനെ അപ്പുറത്ത് നിർത്തി ഒറ്റയ്ക്ക് ടീം സ്കോർ 200 കടത്താം. അതിന് അക്ഷർ സമ്മതിച്ചിട്ട് വേണ്ടേ.